1,00,000 രൂപയാണ് വായ്പയെങ്കിൽ അതിന്റെ പലിശ 10% 1 വർഷം കഴിയുമ്പോൾ അതിൽ 1,10,000 രൂപ പലിശ മുതലിനത്തിൽ ബാക്കിയുണ്ടാകും. അതിൽ 10,000 രൂപ അടച്ച് ആ 1,00,000 രൂപ പുതുക്കി എടുക്കാമെന്ന് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കിട്ടാക്കടം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് റീപേയ്മെന്റ് ആണ്. 2025 ജനുവരിയിൽ നിങ്ങൾ ഒരു വായ്പ എടുത്തിരിക്കുകയാണ്. 2026 ജനുവരിയിൽ നിങ്ങൾ ഇത് ഒരുമിച്ച് അടച്ച് പുതുക്കും എന്നാണ് ബാങ്ക് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതും നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 2026 ജനുവരി ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് വരും, നിങ്ങൾക്ക് വായ്പ അടയ്ക്കണമെന്ന് ബാങ്ക് പറയും. നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കിട്ടാക്കട നയം അനുസരിച്ച് ഇതിന് ഒരു SMA 0, SMA 1, SMA 2 സ്പെഷ്യലി മെൻഷൻഡ് അക്കൗണ്ട്സ് എന്ന് പറയും. അതിനനുസരിച്ച് ഇത് ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും അവസാനം ഇത് കിട്ടാക്കടമായി മാറുകയും ചെയ്യും. കിട്ടാക്കടമായ അക്കൗണ്ട് ആണെങ്കിൽ ആ വായ്പ നിങ്ങൾക്ക് പലിശ അടച്ച് പുതുക്കാൻ പറ്റില്ല.